Good morning. Good morning, everybody. Good morning. Morning, ma'am. Morning, ma'am. Morning. Ma'am. Good morning, 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 ma'am.
Good morning, all. Good morning, ma'am. 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 ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഏകദേശം അത് കഴിയാറായിട്ടുണ്ട് ആ ചാപ്റ്റർ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ടീച്ചറോട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇന്ന് ജൂൺ 19 അല്ലെ? ജൂൺ 19 എന്താണ് പ്രത്യേകത? അല്ലെ? ഓക്കെ, എല്ലാവരും വായിക്കാറുണ്ട്. എന്നിട്ട് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടാ? Yes, ma'am. ഈ വായിക്കാൻ സമയം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ എന്ത് ചെയ്യാ, പറ്റുന്ന പോലെ വായിക്കാനൊക്കെ കൂടുതൽ നല്ല നല്ല ബുക്സുകളൊക്കെ റെഫർ ചെയ്യാനും വായിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അത് നമുക്ക് അതൊരു നല്ലൊരു ഗുഡ് ഹാബിറ്റ് ആണ് അല്ലെ? എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള ടൈം കിട്ടൂല. അറ്റ്ലീസ്റ്റ് ഡെയിലി എന്ത് ചെയ്യാ, ന്യൂസ് പേപ്പർ എങ്കിലും വായിക്കുക അല്ലെ? എല്ലാവരും വായിക്കാറുണ്ടോ? എത്ര പേര് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ട് ഡെയിലി? ഞാൻ വായിക്കാറുണ്ട് മാം. വായിക്കാറുണ്ട്. അവിടെ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ചിലപ്പോൾ ഡെയിലി വായിക്കാൻ പറ്റില്ല അല്ലെ? എങ്കിലും എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ന്യൂസ് പേപ്പർ എങ്കിലും ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റും. ദെൻ നിങ്ങൾക്ക് അങ്ങനെ ചിലവർക്ക് പ്രത്യേക ഒരു ഇതുണ്ടാവും വായിക്കാനായിട്ട് അല്ലെ? അങ്ങനെയുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവും. നല്ലൊരു ശീലമാണ് വായനാശീലം എന്ന് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മള് ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞായിരുന്നു അല്ലെ? നമുക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാം? നമ്മൾ എടുത്ത് ഇത്രയും നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് വാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിലെ വാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളൊന്ന് പറയാമോ? ഓക്കെ, ആർക്കും ഓർമ്മയില്ലേ ക്ലാസ് എടുത്തതൊന്നും? എന്താണ് ഒരു വാർഡ് ഒരു റൂമാണ്. കുറെ ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതിനകത്ത് ട്രീറ്റ്മെന്റ് അലോ ചെയ്ത്, ചിലപ്പോൾ അത് ലോങ് ടൈമിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കായിരിക്കാം. അത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അല്ലെ? ഓക്കെ, എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ബാക്കി എല്ലാവർക്കും അറിയാലോ? ഇനി അറിയാത്തൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്. അവിടെ നമ്മൾ പറഞ്ഞു സെയിം സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ലോങ് ടേം കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം, ഷോർട്ട് ടേം കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. ദെൻ അവർ കിടക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കണ്ടീഷൻ അല്ലെ, ആ രോഗാവസ്ഥയെ മാനിച്ചുകൊണ്ടാണ് അവർ എത്ര ഡേയ്സ് വരെ കിടക്കും എന്ന് നിശ്ചയിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസുകൾ കുറച്ച് പറഞ്ഞായിരുന്നു അല്ലെ? എന്താ പറയാ, ഒന്നുകൂടി വിശദീകരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ടീച്ചിങ്ങിനും റിസർച്ചിനും ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 2 ടൈപ്പ് വാർഡുകളെ പറ്റി പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും? 2 തരത്തിലുള്ള വാർഡുകള്: ജനറൽ വാർഡ്, സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് വാർഡ് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് വാർഡില് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഗൈനക്കോളജി ഉണ്ടാവും, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോ, ഒപ്താൽമോളജി അല്ലെ? ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഓങ്കോളജി ക്യാൻസർ. നെഫ്രോളജി ഡയാലിസിസ്. ഒപ്താൽമോളജിയോ കണ്ണിന്റെ ഒക്കെ നേത്ര വിഭാഗം. ഓക്കെ, അപ്പൊ ഓർമ്മയ്ക്ക് ഉണ്ട് അല്ലെ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നത് നോക്കിയതാണ് എല്ലാവർക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഒരു വാർഡിലെ കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സാനിറ്ററി ഏരിയ ഉണ്ടാവും, ആൻസിലറി, ഓക്സിലറി, ക്ലിനിക്കൽ ഏരിയ. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ? നല്ല രീതിയിലൊരു വാർഡ് മാനേജ്മെന്റ് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടി വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കുറച്ച് പോയിന്റ്സുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഒരാളൊന്ന് പറ്റുന്ന പോലെ ഒന്ന് പോയിന്റ്സ് പറയാൻ ശ്രമിക്കൂ. ഓക്കെ, പറഞ്ഞോളൂ.
നിങ്ങൾക്ക് ഓർമ്മയുള്ള പോയിന്റ്സ് ഒന്ന് പറയാം. സ്ക്രീനിൽ നോക്കിക്കോ, കുഴപ്പമില്ല. പോളിസീസും പ്രോട്ടോകോളും ഫോളോ ചെയ്യാം. അതനുസരിച്ച് പോളിസീസും പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യാം. ഓക്കെ. വാർഡില് ചെയ്യേണ്ട ചുമതലകളെ പറ്റി നഴ്സുമാർക്ക് അറിവുണ്ടാവണം. നോളജ് ഓഫ് ഡ്യൂട്ടീസ്. നോളജ് ഉണ്ടാവണം. Then ഓരോ ഡേയ്സിലെയും വർക്ക് പ്ലാൻ ചെയ്തിട്ട് എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓക്കെ, പ്ലാൻഡ് പ്രോഗ്രാം ആക്കണം. ഓക്കെ എൽമ. ഇനി നെക്സ്റ്റ് വൺ. വേറെ ആർക്കും ഒന്നും ഓർമ്മയില്ല? ഒരു പോയിന്റ് ഓർമ്മയില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊന്നും? അതായത് ഓർമ്മയുണ്ടാവുക, ആ ദിവസത്തെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാവുക. പിന്നെ പ്രിവെന്റിങ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ, അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്തു കൊടുക്കുക. പിന്നെ കേൾക്കുന്നില്ലേ മാം? ഓക്കെ, പറഞ്ഞോളൂ, കണ്ടിന്യൂ. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി, അതായത് ജനങ്ങൾക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, അവർക്ക് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സുകൾ ഉപയോഗിക്കുക. ഓക്കെ. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പർ, അതായത് പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കി അവർക്ക് വേണ്ട ഓറിയന്റേഷൻ എല്ലാം കൊടുക്കുക. ഓക്കെ ഉമ്മ. ഇനി നെക്സ്റ്റ് വൺ. വേറെ ഒരാൾ, അടുത്ത ആൾ പറഞ്ഞോളൂ 3 പോയിന്റ്സുകള്. suitable environment ഉണ്ടാക്കി കൊടുക്കുക. Provision of supply and efficient work. എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ സപ്ലൈ, പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ. Then Clear cut doctors and nurses orders. ഡോക്ടറിന്റെ നഴ്സസിന്റെ ഓർഡർ നല്ല രീതിയിൽ. Then okay, next one. Accurate records, full reports, full reports പറഞ്ഞു കൊടുക്കുക. മെയിൻ്റനൻസ് പേഷ്യൻസിന് ഒരു ധൈര്യം കൊടുക്കുക, സപ്പോർട്ടീവ് ആയിട്ടിരിക്കുക. പിന്നെ ഗുഡ് വർക്കിംഗ് റിലേഷൻ അല്ലെ? ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് അതർ അസോസിയേറ്റ്സ്. വാർഡും മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് വേണം? നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞോളൂ. Delegation of responsibility. Will planned assignments. പ്ലാനഡ് ആയിട്ടായിരിക്കണം. ഓക്കെ. Then Will arranged time for personnel. Good technique and supervision. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിന് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നോക്കാത്തവരൊക്കെ എന്തായാലും നോക്കണോട്ടെ. ഞാൻ അതാണ് നിങ്ങളോട് ഓരോ ക്ലാസ്സിലും, ഈ കഴിഞ്ഞ ക്ലാസ്സിന്റെ ജസ്റ്റ് അത്രയും സമയം പോകുന്നുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റിപ്പീറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ക്ലാസ്സിലത്തെ നിങ്ങളെ കൊണ്ട് ഒന്നുകൂടി എന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് വായിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാ? ഇന്ന് തന്നെ പോയിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് ഇന്നത്തെ കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ഈ ഒരു കുറച്ച് പോർഷൻസ് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരുന്നതാണ്. ചെറിയൊരു ചാപ്റ്റർ ആണിത്. നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോവുക. നമ്മൾ ലാസ്റ്റ് ഒരുമിച്ചിട്ട് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കണ ആരുമില്ല. നമ്മൾ തലയിൽ ഒന്നും ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതുപോലെ എന്തെങ്കിലും പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടീസ് ആണ്. ഒരു വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് പറഞ്ഞു. ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു കമ്പലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ് ഒക്കെ ചെയ്യുക. പിന്നെ കസ്റ്റമർ നീഡ്സുകൾ, അവരുടെ മീറ്റിംഗ് ക്വാളിറ്റി സർവീസും ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, കസ്റ്റമറിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ പേഷ്യന്റ് കെയർ യൂണിറ്റിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ട്രാഫിക്. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, പോയിന്റ് പറയുന്നത് കേട്ടോ. Then provide assistance to all nurses and ensure appropriate cleanliness of all units. Maintain and update patient database on computers and notify nursing staff on diagnosis. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യാ? ഒപ്പം ഒന്ന് വായിച്ചു പോകണം കേട്ടോ. ആ ഒരു മനസ്സിലോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. Then coordinate with various departments and ensure proper service and supply of units. Prepare and update patient charts with
ancillary reports and forms of various departments, maintain discharge summary report for all patients and keeps records of all patients, and send medical record to MRD after discharge of patient. MRD എന്തായിരുന്നു? MRD ഓർമ്മയുണ്ടാവും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. Medical record. report. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓർമ്മയുണ്ട്, ഞാൻ ചോദിച്ചു കേട്ടോ. ഇനി administer medical records for all physician and medical staff and maintain record of attendance, monitor all emergency calls and evacuate facilities when required. Evacuate എന്തായിരുന്നു മീനിങ്? evacuate means ഒഴിപ്പിക്കുക. ഒഴിവാക്കുക. അത്യാവശ്യമുള്ള കോൾസ് മാത്രം എടുത്തിട്ട് അത്യാവശ്യമില്ലാത്തതിനെ ഇവാക്യുവേറ്റ് ചെയ്യുക. മാറിപ്പോകരുത് കേട്ടോ. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുക, നിരീക്ഷിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇവാക്യുവേറ്റ് ഒഴിവാക്കുക. ഓക്കെ. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് ECG, എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. ECG എന്തായിരുന്നു? ECGയുടെ ഫുൾ ഫോം പഠിക്കണോട്ടോ. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നത് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്രയുമാണ് എടുത്തത് അല്ലെ? ഇത്രയും ഓക്കെ ആണല്ലോ എല്ലാവരും? കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് മാം, ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അധികം സ്പീഡിലൊന്നും ക്ലാസ് പോകുന്നില്ല. നമുക്ക് കുറച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ ഓരോ ക്ലാസ്സും എടുക്കുന്നോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ. അതാണ് നമുക്ക് കുറെ സ്പീഡിൽ ക്ലാസ് മാത്രം എടുത്തു പോയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലെങ്കിൽ അതും ഒരു പ്രോബ്ലം അല്ലെ. സോ നമ്മൾ എടുക്കുന്ന അത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, നമ്മുടെ പുതിയൊരു നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, എളുപ്പമാണ്. ഈ ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടു, നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോർഷനിലോട്ട് പോവുകയാണ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. നമ്മൾ വാർഡിലെ കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഒരു വാർഡില പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ. നിങ്ങൾ ഫ്ലോർ മാനേജർ എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ടോ ഫ്ലോർ മാനേജർ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് മാം. വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമിലൊക്കെ അല്ലെ, നമ്മൾ തുണിക്കടയിലൊക്കെ പോകാറില്ലേ, അവിടെയൊക്കെ ഓരോ ഫ്ലോർ മാനേജർ ഉണ്ടാവും. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മാനേജർ ഉണ്ടാവും. അപ്പൊ അയാളായിരിക്കും ആ ഫ്ലോറിലെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അല്ലെ. അതായത് എല്ലാ ബാക്കിയുള്ള സ്റ്റാഫുകളുടെ ഒക്കെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് ആ ഒരു ഫ്ലോർ മാനേജർ ആയിരിക്കും. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഇതുപോലെ ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ വേക്കൻസി ഒക്കെ കാണുന്ന ഫ്ലോർ മാനേജർ വേക്കൻസി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് മാം. സെയിം അതാണ് ഒരു ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞാൽ. ആ ഒരു സെക്ഷനിലെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുക, അവിടുത്തെ സ്റ്റാഫിന്റെ ചുമതലകളും അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒരു സൂപ്പർവൈസിംഗ് പോലെ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വാർഡിനെ സംബന്ധിച്ച് വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഒരു വാർഡിനുള്ളിൽ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് എക്സിക്യൂട്ടീവ് കെയർ, പേഷ്യന്റ് എക്സിക്യൂട്ടീവ് എന്തൊക്കെയാണ് അയാളുടെ പ്രത്യേകതകളും അയാളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓക്കെ, ഒരാളൊന്ന് വായിച്ചോളൂ ഫസ്റ്റ് പാരഗ്രാഫ്. കുഞ്ഞി പാരഗ്രാഫ് അല്ലേ? A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care services, compares it to government agency standards, and make adjustment if necessary. ഓക്കെ, ഫാത്തിമ വായിച്ചിട്ട് എന്തെങ്കിലും ക്ലിയർ ആയോ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കാട്ടോ. എല്ലാവരും ഒന്ന് സ്ക്രീനിൽ നോക്കിയോ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. ആ ഒരു കുഞ്ഞി പാരഗ്രാഫില്ലേ, ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവരും ഒന്ന് കൂടി വായിച്ചു നോക്കി. ക്ലിയർ ആയി മാം. ഓക്കെ, ഉമ പറഞ്ഞോളൂ, എന്താണ് ക്ലിയർ ആയത് ആ ഒരു പോർഷനിൽ നിന്ന്? എന്താണ് നമ്മളൊരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞോളൂ. അതായത് ഈ വയ്യാത്ത ആളുകൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതായത് റിക്കവർ ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ പറയുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് പീപ്പിൾ. അതായത് അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവരെ കെയർ ചെയ്യുക, പേഷ്യൻസിനെ കെയർ ചെയ്യുക. കമ്പയർ ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസീസ്. അത് ക്ലിയർ ആയില്ല മാം, അതൊന്ന് പറഞ്ഞു തന്നെ. കെയർ ചെയ്യാനാണെന്ന് മനസ്സിലായി. ഓക്കെ ഒന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. നമുക്കൊന്നും കൂടെ നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ അവര് സെന്റൻസ് ഇട്ടുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്കൊരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. എ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ. അയാൾ ഒരു പ്രൊഫഷണൽ ആണ്. ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസ് ഓർ ഡിസബിലിറ്റി. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. ദെൻ ഇനി എന്താണ് അയാൾ ചെയ്യുന്നത്? ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ, എന്തിലാണ് അയാൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നതെന്ന് നോക്കാം. ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസസ് അല്ലെ. അയാൾ അതായത് ഹെൽപ്പിംഗ് പീപ്പിൾ, അതായത് നമ്മൾ പറഞ്ഞു ഈ റിക്കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റിക്കവറി ആയെന്ന് പറയില്ലേ, സുഖം പ്രാപിക്കുന്ന. റിക്കവറിംഗ് ഫ്രം ഡിസീസസ് അതായത് സുഖം പ്രാപിക്കുന്ന ആളുകൾ. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോ എന്താ പറയാ, അസുഖങ്ങളൊക്കെ മാറി അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പേഷ്യൻസിനെയും പിന്നെ എന്താണ് പറയുന്നത്, അങ്ങനെയുള്ളൊരു രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡിസബിലിറ്റി വൈകല്യത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന ആളുകളെയൊക്കെ അയാൾ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ഹി ഓർ ഷീ, അതൊരു സ്ത്രീ, ഹി ആവാം ഷീ ആവാം അല്ലെ. അദ്ദേഹം അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി. ഷീ മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യൻസിന്റെ കെയറും സർവീസുകൾ മോണിറ്റർ ചെയ്യും അല്ലെ. ആ ഒരു പേഷ്യന്റ് കെയർ സേവനത്തിന്റെ ആ ഒരു ഇത് നിരീക്ഷിക്കും. എങ്ങനെയാണ് പേഷ്യൻസ് കെയർ കൊടുക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യും? നിരീക്ഷിക്കും. ദെൻ കമ്പയർ it to government agency standards and makes adjustment is necessary. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഡിസബിലിറ്റിന്നോ ഒരു വൈകല്യത്തിൽ നിന്നോ ഒരു രോഗത്തിൽ നിന്നോ റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യും? സഹായിക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ അയാൾ എന്ത് ചെയ്യും? പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകളും സർവീസസിനെയും അയാൾ ഇവാലുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. ദെൻ എന്നിട്ട് എന്ത് ചെയ്യും? അത് സർക്കാർ ഏജൻസി മാനദണ്ഡങ്ങളുമായിട്ട്, സർക്കാരിന്റെയോ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകളായിട്ട്, അതായത് അവരുടെ ഒരു സർക്കാർ ഏജൻസി മാനദണ്ഡങ്ങളുമായിട്ട് ഒരു താരതമ്യപ്പെടുത്തുകയും അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അതാണ് ആ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. അത് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ദെൻ ഇനി പുറകെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പോയിന്റ്സുകൾ ഇത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ടീച്ചർ പറയാ, നിങ്ങൾ ആ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. മൊത്തത്തിലൊരു എന്താ പറയാ കൺഫ്യൂഷൻ ആക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇത്രയും മനസ്സിലാക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസബിലിറ്റി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളിൽ നിന്നും റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്യും അല്ലെ. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കുന്ന സർവീസസും ട്രീറ്റ്മെന്റ്സും എങ്ങനെയാണെന്ന് മോണിറ്ററിങ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഈ സർക്കാർ ഏജൻസികൾ, ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ആ മാനദണ്ഡങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുകയും അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുകയും ചെയ്യും. അതായത് അവിടെയുള്ള ഓവറോൾ ആ ഒരു വാർഡിലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കേണോ? നമുക്ക് നെക്സ്റ്റ് വരുന്ന പോയിന്റ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എളുപ്പമായിരിക്കും. നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയൊക്കെയാണ് ഇനി ജോബിന്റെ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഒരാള് ഫസ്റ്റത്തെ വായിച്ചോളൂ. ഫസ്റ്റത്തെ കേട്ടോ, ഓരോ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വായിച്ചോളൂ. ഇനി വായിക്കാത്തവർ ഓരോരുത്തരായിട്ട് വേഗം വേഗം വായിക്കൂ. ഞാൻ പേരെടുത്ത് പറയണോ എല്ലാവരുടെയും? സുനിത വായിച്ചോളൂ. ബാക്കിയുള്ള ഒരാളെ നിങ്ങൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്യാൻ പറയാത്തത് നമുക്ക് ക്ലാസ്സിൽ ഒരു ഇന്ററാക്ഷൻ വേണ്ടേ, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യണ്ടെന്ന് ഞാൻ ആദ്യം പറയാനത് പ്രത്യേകം കേട്ടോ. ഓക്കെ, സുനിത വായിച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് വായിച്ചോളൂ. Ensure proper discipline of staff in wards or floor. ഫസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എൻഷ്യൂർസ് പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ് അല്ലെ. വാർഡിലെ സ്റ്റാഫുകൾ പ്രോപ്പർ ഡിസിപ്ലിൻ വേണം ആ ഒരു ഫ്ലോറിലും. ഓക്കെ, ഇനി സുനിത വായിച്ചോളൂ. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Check noise levels, ensure availability of doctors, ensure abrupt response to nursing calls, monitors staff behavior and attitude.
ഓക്കെ സുനിത പറഞ്ഞോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ചെക്ക് നോയ്സ് ലെവൽ. അവിടെ നല്ല ബഹളങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഇത്ര ശബ്ദം വരാൻ പാടുള്ളൂ എന്നുള്ള ഉണ്ട്. അപ്പൊ അതെല്ലാം നോർമൽ ആണോ? ഒരു ശബ്ദത്തില ചെക്ക് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. പിന്നെ അവിടെ ഡോക്ടേഴ്സ് ഒക്കെ എല്ലാവിടെയും അവർക്ക് വേണ്ട ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ഉണ്ടോ? അവിടെ ഡോക്ടേഴ്സ് ഒക്കെ അവരുടെ പേഷ്യൻസിന് നോക്കാൻ ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കാം. അവൈലബിലിറ്റി നോക്കാം. ഓക്കെ, തേർഡ് പോയിന്റ്. റെസ്പോൺസ് ടു നഴ്സിംഗ് കോഴ്സ്. നേഴ്സിംഗ്, ഈ അബ്രപ്റ്റിന്റെ അർത്ഥം എന്താണ്? അബ്രപ്റ്റ് മീൻസ് പെട്ടെന്ന്, ഉടനെ, സഡൻ എന്നുള്ള ഒരു ടേം ഇല്ലേ, അത് തന്നെയാണ് അബ്രപ്റ്റ്. അബ്രപ്റ്റ് കേട്ടോ, പെട്ടെന്ന്. അതായത് നഴ്സിംഗ് കോഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉടനെ ഒരു പ്രതികരണം കൊടുക്കുക. ഓക്കെ, ഫോർത്ത് പോയിന്റ് പറഞ്ഞോളൂ. സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. സ്റ്റാഫിന്റെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എന്താണെന്ന് മോണിറ്ററിങ് ചെയ്യണതൊക്കെയാണ്. ഓക്കെ, അതായത് പേഷ്യൻസിനോടുള്ള ബിഹേവിയർ എങ്ങനെയാണ് അല്ലെ, സ്റ്റാഫിന്റെ ഭാഗത്ത് നഴ്സസ് വളരെ ക്രൂഷ്യൽ ആയിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പേഷ്യൻസിനെ സംബന്ധിച്ച് അവരോട് കുറച്ച് സപ്പോർട്ടീവായിട്ട്, ഒരു സ്നേഹത്തോടു കൂടി, ഒരു കെയറിങ്ങോട് കൂടിയൊക്കെ അല്ലേ പേഷ്യൻസിനോട് ഒരു സ്റ്റാഫ് സംസാരിക്കേണ്ടതൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. ഓക്കെ സുനിത, അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ അടുത്ത ആള് വായിച്ചോളൂ. സെക്കൻഡ് പോയിന്റ്. Related to hospital information system. പറഞ്ഞോളൂ. പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തില്, അതായത് വിവര സംവിധാനങ്ങളില് അവിടെ വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. Makes sure that new admissions received in the system. Make sure that new admission received in the system. എന്താണ് അവിടെ പറയുന്നത്? പുതിയ അഡ്മിഷൻസ് അത് ഷുവർ ചെയ്യുക. അതായത് പുതിയ അഡ്മിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ലഭിച്ചെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, then ensures that discharges are completed on time in the system. അതായത് ഡിസ്ചാർജുകൾ ആ സമയത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുള്ള പേഷ്യൻസിന്റെ ടൈമും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, then resolves issues related to bed management. അതായത് റൂമില് അവർക്ക് ബെഡ് ആ കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റ്. നെക്സ്റ്റ് വൺ. തേർഡ് പോയിന്റിലെ പോയിന്റ്സ് വായിച്ചോളൂ. Ensure patient care. പേഷ്യൻസ് കെയർ എൻഷുർ ചെയ്യുക. ഇനി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വായിച്ചോളൂ. Address patient problem. പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താന്നുള്ളത് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്യുക. then പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. Provide information in case of any inquiries. എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കാം. ഓക്കെ, തേർഡ് പോയിന്റ്. Completeness of medical record files. മെഡിക്കൽ റെക്കോർഡ് ഫയൽസ് എല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കോർഡിനേറ്റിംഗ് നെക്സ്റ്റ് വൺ വായിച്ചോളൂ. നെക്സ്റ്റ് വൺ, ഫോർത്ത്. കോർഡിനേറ്റിംഗ് വാർഡ്സ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിലെയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഫീഡ്ബാക്സ് എല്ലാം ചെയർമാനും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കാം. ഫീഡ്ബാക്ക് കൊടുക്കണം. ഓക്കെ, മെഡിക്കൽ റിപ്പോർട്ട് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻസിഡന്റ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുകയും അതിന് സിഗ്നിഫിക്കന്റ് അതൊക്കെ നമ്മൾ റിപ്പോർട്ടൊക്കെ വായിച്ച് സൈൻ ചെയ്യൽ പരിപാടികളൊക്കെ മീറ്റിംഗിലൊക്കെ അതുപോലെ ഓഡിറ്റ് ഒക്കെ വായിക്കുക. അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, then ലാസ്റ്റ് പോയിന്റ് നോക്കാം. സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ്സ് സെക്രട്ടറീസ് ഓൺ ദ respective floor. Ensure that ward secretaries are planning doctors visit beside procedures like beside echo, ECG, any. ഓക്കെ, എന്നാൽ ലാസ്റ്റ് പോയിന്റിൽ പറയുക.
സൂപ്പർവൈസ് ചെയ്യുക. പറഞ്ഞോളൂ. Supervise the duties of ward secretaries on the respective floor. Ensure that ward secretaries are placing doctors visit. വാർഡിനകത്തെല്ലാം വാർഡിൽ ഡോക്ടേഴ്സ് റുട്ടീൻ ആയിട്ട് ഡെയിലി വരത്തില്ലേ, അതുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് വാർഡ് സെക്രട്ടറീസ് എൻഷുർ ചെയ്യണം. ബിസൈഡ് അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് ആർക്കെങ്കിലും എക്കോയോ ECGയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അവർക്ക് ആ പ്രൊസീജിയറിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് അവർക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഉറപ്പാക്കലൊക്കെ ഉറപ്പാക്കുക. ഓക്കെ, അങ്ങനെ വാർഡ് സെക്രട്ടറിയുടെ ചുമതലകളും മേൽനോട്ടം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഓരോരുത്തരും നിങ്ങളെ തന്നെ ഞാൻ അതുകൊണ്ടാണ് വായിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ മീനിങ് പറയിപ്പിച്ചത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓൺ സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർ. അല്ലെ, ഡിസിപ്ലിൻ എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ചെക്ക് നോയ്സ് ലെവൽസ്, ശബ്ദനിലയ്ക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം, എൻഷുർ ഉറപ്പാക്കുക. ദെൻ എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. അബ്രപ്റ്റ് പുതിയൊരു ടൈമാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം, ദെൻ ഇപ്പോ കേൾക്കുന്നവരുണ്ടായിരിക്കാം അല്ലെ. ഈ ഒരു ടേം ഒരിക്കലും മറക്കരുത്. അബ്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന്, സഡൻ എന്നുള്ള ഒരു മീനിങ് തന്നെ. ഓക്കെ, അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾ. നഴ്സിംഗ് കോൾസ് ഒക്കെ എന്താ ചെയ്യുക, കോൾസിന് പെട്ടെന്ന് തന്നെ പ്രതികരണം കൊടുക്കുക. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. സ്റ്റാഫ് ബിഹേവിയറും ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, മോണിറ്ററിങ് ചെയ്യുക. അതൊക്കെയാണ് ഡിസിപ്ലിനിൽ വരുന്ന കാര്യങ്ങൾ. സെക്കൻഡ് നോക്കാം, പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ് ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മേക്സ് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. Ensure that discharges are completed on time in the system. Then resolve issues related bed management. അല്ലെ, നമ്മൾ പറഞ്ഞു അഡ്മിഷൻസ് ഒക്കെ വരുന്ന പുതിയ അഡ്മിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യണം. ദെൻ ഡിസ്ചാർജസിന്റെ ഒക്കെ ടൈമും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തോ നോക്കാം. ദെൻ ബെഡ് മാനേജ്മെന്റിന്റെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെയാണ് ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ പേഷ്യന്റ് കെയർ, പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ നോക്കുന്നത്. അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യുക, പരിഹാരങ്ങൾ ചെയ്യുക. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. എൻക്വയറീസിൽ വരുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, വിവരങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് ഫയലുകളൊക്കെ കംപ്ലീറ്റഡ് ആണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിൽ യൂണിറ്റിലെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ കംപ്ലൈന്റ്സ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഓഫ് ഇൻസിഡൻസ്. നമ്മൾ പറഞ്ഞു HOD എന്ന് പറഞ്ഞാല് നമ്മൾ കോളേജിലൊക്കെ അറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിന് HOD ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് ഓരോ വാർഡുകൾക്കും ഓരോ സെക്ഷനുകളും ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് അറിയിക്കുക. കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ദെൻ മെഡിക്കൽ റെക്കോർഡ് ഒക്കെ ഓഡിറ്റ് ചെയ്യുക, സിഗ്നിഫിക്കൻസ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ് ഓൺ ദ റെസ്പെക്റ്റീവ് ഫ്ലോർ. എൻഷുർ ദാറ്റ് വാർഡ് സെക്രട്ടറീസ് ആർ പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് beside procedures like beside echo and ECG എനി അല്ലെ. നമ്മൾ പറഞ്ഞു സൂപ്പർവൈസ് ചെയ്യുക. വാർഡ് സെക്രട്ടറീസിനെ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഡെയിലി ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ അറ്റ് ആ ടൈമിൽ എക്കോയോ അല്ലെങ്കിൽ ECG ഒക്കെ ഉണ്ടെങ്കിൽ ECG എക്കോ പോലുള്ള നടപടിക്രമങ്ങൾക്കൊപ്പം ഈ വാർഡ് സെക്രട്ടറിമാര് ആ ഡോക്ടറിനെ സന്ദർശിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. വാർഡ് സെക്രട്ടറിയുടെ ചുമതലകൾ മേൽനോട്ടം വഹിക്കണം. സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആര് നോക്കണം, ഈ ഫ്ലോർ മാനേജർ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന 6 പോയിന്റ്സ്. ഓക്കെ,
ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് ഒന്ന് സ്വന്തമായിട്ട് എല്ലാവരും ഒന്ന് വായിച്ച് 5 മിനിറ്റ് സമയം തരാം. നിങ്ങളൊന്ന് വായിക്കാം. ഓരോ പോയിന്റ്സ് വായിച്ചിട്ട് നിങ്ങളൊന്ന് മൈൻഡിൽ ആ മീനിങ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, വായിച്ചോ എല്ലാവരും? വായിച്ചു മാം. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇപ്പോ? എല്ലാ പോയിന്റ്സും ഓക്കെ അല്ലേ? വായിച്ചു കഴിയാനുണ്ടോ ആരെങ്കിലും? കുഴപ്പമില്ല, വായിച്ചോളൂ. ഓക്കെ, വായിച്ചോട്ടോ. കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊന്നും കംപ്ലീറ്റ് ചെയ്യാം, വായിക്കാം. എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഓക്കെ, കഴിഞ്ഞില്ല എല്ലാവരുടെ വായിച്ച്? യെസ് മാം. യെസ് മാം. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകാലോ? യെസ് മാം. ഓക്കെ, ദെൻ നമ്മളുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു പോർഷൻ ആണ് എടുക്കുന്നത്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, PRO. 2 ടൈപ്പ് PRO ഉണ്ട് കേട്ടോ. ഒരു PRO കേട്ടിട്ടുണ്ടോ? പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട് അല്ലെ? നോക്കാം. നമ്മൾ പറയുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഒരാളൊന്ന് വായിക്കാമോ? ആ കുഞ്ഞു പാരഗ്രാഫ് അല്ലേ, വായിച്ചോളൂ. ഉമ്മ വായിച്ചോ. Patient relations officers are responsible for managing the relationship between healthcare providers and the patients. അതായത് പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അവര് they work with doctors, nurses, hospitals, pharmaceutical companies, etc. അവര് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സസും അതുപോലെ ഹോസ്പിറ്റൽസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ പേഷ്യൻസ് കെയർ പ്ലീസ്ഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. അതായത്
പേഷ്യൻസിന്റെ കെയറിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ, പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ നമുക്ക് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആരാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. Patient relation officer are responsible for managing the relationship between healthcare providers and patients. They work with doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient's care pleased with their experience. അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എന്തിലൊക്കെയാണെന്ന്. ഓക്കെ, ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ്, അതായത് പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ചുമതലയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഷ്യൻസും ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിലെ നഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊവൈഡേഴ്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഹെൽത്ത് കെയർ നമ്മളല്ലേ കൊടുക്കുന്നത്, നഴ്സസ് ഒക്കെയാണല്ലോ. അപ്പൊ അവരുടെ പേഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ മാനേജ് ചെയ്യുക, ആ ഒരു ചുമതലയാണ് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. Then they work with the doctors, nurses, hospitals and pharmaceutical companies. അവർ വേറെ ആരോടൊപ്പമൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് വിത്ത് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നേഴ്സസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇവരൊക്കെ ആയിട്ട് ഇവർക്ക് കണക്റ്റഡ് ആണെന്ന് ഈ പറഞ്ഞ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെ. അപ്പോ അതായത് കൈകാര്യം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ പേഷ്യൻസ് ഇൻവോൾവ്ഡ് ഇൻ എ പേഷ്യൻസ് കെയർ പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ അനുഭവത്തിൽ നിന്നും നല്ലൊരു രീതിയിൽ എന്താ പറയാ പ്ലഷർ ആയിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, അപ്പൊ നല്ലൊരു രീതിയിൽ അവരുടെ ഒരു കെയറിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്നും അവർ ഉറപ്പ് വരുത്തണം. ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നത് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഒന്നുകൂടി പറയാം, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരോഗ്യ പരിപാലനത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഇത് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ കൊടുക്കുന്ന ആ നഴ്സസും ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വ്യക്തികളും ആകാം അല്ലെ. അപ്പൊ പേഷ്യൻസും ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണോ അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത് അല്ലെ എന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. ദെൻ ഡോക്ടേഴ്സുമായിട്ടും നഴ്സസുമായിട്ടും ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആയിട്ടൊക്കെ ഒരു റിലേഷൻ ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. അവര് ഈ ഡോക്ടറായിട്ടും നഴ്സസ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആണെന്ന്. ദെൻ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു അവരുടെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. മേക്ക് ഷുവർ അല്ലെ, ഉറപ്പുവരുത്തുക നല്ല രീതിയിലാണോ കിട്ടുന്നത് ഉറപ്പുവരുത്തണം. അതായത് ഈ PRO എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ചിലപ്പോ ഒരു വാർഡിലായിരിക്കും ഈ PROനെ നിയമിക്കുന്നത്. ഇപ്പോ MSW എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? MSW കോഴ്സ് കേട്ടിട്ടുണ്ടോ? മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ. ഇങ്ങനെ MSW കോഴ്സസ് കഴിഞ്ഞ വ്യക്തികൾ, അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിലോട്ട് ഒരു ഹോസ്പിറ്റലിലെ പോസ്റ്റിൽ വരുന്നത്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോ ഒരു വാർഡ് കൊടുക്കും ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ ആ വാർഡിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ചുമതലകളും ആ വ്യക്തി ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ഈ പേഷ്യൻസും ഡോക്ടേഴ്സും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള റിലേഷനൊക്കെ നല്ലതാണെന്ന് മാനേജ് ചെയ്യും. പിന്നെ അവര് ഡോക്ടേഴ്സിന്റെ ഒപ്പം നഴ്സസിന്റെ ഒപ്പം ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒപ്പം അവർ വർക്ക് ചെയ്യും. അതായത് അവരൊക്കെ ആയിട്ടൊരു കോണ്ടാക്റ്റും കണക്ഷനും ഉണ്ട്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെ, ചിലപ്പോൾ ടെമ്പറേച്ചർ എടുക്കേണ്ടതായിട്ട് വരും, BP എടുക്കേണ്ടി വരും. ഒരു നേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒപ്പം നടന്ന് അവരുടെ ഡേ ടു ഡേ, ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകിട്ട് 3 പ്രാവശ്യവും ഡോക്ടർ റൗണ്ട്സിന് വരുന്ന പോലെ തന്നെ ഇവരും എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ അടുത്ത് റൗണ്ട്സിനൊക്കെ പോകേണ്ടതായിട്ട് വരും. അവരുടെ വിവരങ്ങളും അല്ലെങ്കിൽ റിക്കവറി ആയോ, അവരുടെ രോഗത്തിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ട ഒരു ചുമതലയും കൂടി ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. കൂടുതലും ഇതുപോലെ MSW കഴിഞ്ഞ് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്. ഇനി ചെയ്യാൻ പോണത് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്നാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഇത് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി ഉള്ളൂ. ഓക്കെ, എത്ര പോയിന്റ്സ് ഉണ്ട് ടോട്ടല്? ഓക്കെ, രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് ഓരോരുത്തർ വായിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ദെൻ നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് ഒന്ന് വായിക്കാം. ഓക്കെ, ഇനി ഇതുവരെ വായിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിലേ നിങ്ങൾ തന്നെ പ്രോപ്പറായിട്ട്, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ച് കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ വായിച്ചോളൂ. നിങ്ങൾ തെറ്റിപ്പോകും, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഐശ്വര്യ ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓക്കെ, ഓരോരുത്തര് ഇപ്പൊ ഐശ്വര്യ ഫസ്റ്റ് പോയിന്റ് 2 പോയിന്റ് വായിക്കാം, എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 2 പോയിന്റ് അടുത്ത ആള് വായിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ നമുക്ക് റിപ്പീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് തെറ്റിപ്പോകും, എനിക്കറിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ ആരും പറയാണ്ടിരിക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ കാര്യം എനിക്ക് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് മീനിങ് പറഞ്ഞ് തീർക്കാം. പക്ഷെ വേണ്ട, നമുക്ക് സാവധാനം ഓരോ തറമായിട്ട് പഠിച്ചിട്ട് നമുക്ക് നെക്സ്റ്റിലോട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ ഐശ്വര്യ, ഇനി വായിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് 2 പോയിന്റ് വായിക്കാം. First point, ensuring that patients are comfortable during their visit by greeting them warmly. അതായത് ഈ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ വരുമല്ലോ, ഓരോ ട്രീറ്റ്മെന്റ്സിനായിട്ടും അതുപോലെ തന്നെ അവർക്ക് ഓരോ സമയത്ത് കൊടുക്കേണ്ട മരുന്നൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അവര് ഈ സമയത്ത് പേഷ്യന്റ് ഈ ഡോക്ടേഴ്സിനായിട്ടും നഴ്സുമാരൊക്കെ ആയിട്ടും കംഫർട്ടബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. അതായത് അവരുടെ ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് പേഷ്യൻസിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ് അടുത്ത ആൾ വായിച്ചോളൂ. എന്നിട്ട് നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഒപ്പം വായിച്ചു പോണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1 വായിച്ചോളൂ. Arranging the transportation of to from appointments as needed. ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും ആവശ്യം, ഒരു ന്യൂലി വരുന്ന ഒരു അപ്പോയിന്റ്മെന്റിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യം വരികയാണെങ്കിൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ അതൊക്കെ ആവില്ലേ arrange for transportation. Okay, വായിച്ചോളൂ. കേക്കല്ലേ? വായിച്ചോളൂ. ക്ലിയർ അല്ലല്ല, കുറച്ച് റേഞ്ചിന്റെ പ്രോബ്ലം. എല്ലാവർക്കും ക്ലിയർ ആണോ പറയുന്നത്? ചെറുതായിട്ട് കേൾക്കണുള്ളൂ. ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അഭിനന്ദ വായിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. കേട്ടോ, വോയിസ് ഇത്തിരി കുറവ് പോലെ തോന്നുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും അങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്? ചെറിയത് വോയിസേ ചെറുതായിട്ട് ഇത്തിരി വോയിസ് ഒന്ന് കൂട്ടി നോക്കിയ ഫോണില്. നെറ്റ് പ്രോബ്ലം ഉണ്ട്, സിഗ്നല് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ലല്ലോ. ഓക്കെ, വായിച്ചോളൂ അഭിനന്ദ. Providing emotional backup to patients, including answering patients' questions and offering reassurance. അതായത് പേഷ്യൻസ് ഇമോഷണൽ ബാക്കപ്പ്, അവര് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സുമാരോ അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യണതും അല്ലെ, അവരുടെ ഇമോഷണൽ ബാക്കപ്പ് ഓഫ് പേഷ്യൻസ്, രോഗിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതും ഉറപ്പ് നൽകുന്നതും ഒരു ബാക്കപ്പ് ഒക്കെ കൊടുക്കുക. ഓക്കെ അഭിനന്ദ. ഇനി നെക്സ്റ്റ് 1 വായിച്ചോളൂ. അടുത്ത 2 പോയിന്റ്സ് കോർഡിനേറ്റിംഗ് തുടങ്ങി. ഓക്കെ, അടുത്ത ആള് വായിച്ചോളൂ. എല്ലാവരും വായിച്ചതാണോ? നിങ്ങൾക്ക് വായിച്ചു വേഗമാകട്ടെ. ഓക്കെ, വായിച്ചോ. ഓക്കെ, വേഗം വായിക്കൂ കുട്ടികളെ.
കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്നത് പോലെയാണോ ഈ പറയുന്നത്? പെട്ടെന്ന് ചാടി ചാടി വായിക്കണ്ടേ? Coordinating with the physicians and other healthcare professionals to make sure that all needs are met during patient visit. Coordinating with the physician. Coordinating with the physicians and other healthcare professionals to make sure that all needs are met during the patient visit. എന്താണ് അവിടെ പറയുന്നത്? ഫിസിഷ്യനും നഴ്സും എന്നിവരുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ചകളുടെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ആ രേഖകളൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചോളൂ. Maintaining exact records of the patient, meeting with the physicians, nurse, and other staff members. Maintains അതായത് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻസ് ചെയ്യുക. അതായത് ഫിസിഷ്യനും നഴ്സിനെയും കടത്തരുന്ന ആ ഒരു രേഖകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? Setting patients' complaints, concerns, and questions about treatment plans, diagnosis. അതായത് അവരുടെ രോഗനിർണയത്തിന് അതനുസരിച്ചിട്ടുള്ള അവരുടെ രോഗത്തിന് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൺസേൺസോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. Then making patients aware of health services and facilities available for patients at hospital. അവർ ഏത് ഹോസ്പിറ്റലിലാണോ ഉള്ളത് അവരുടെ രോഗത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയറും പേഷ്യൻസിന് കൊടുത്തിരിക്കണം. ഓക്കെ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വേഗം പറയണോട്ടോ. നിങ്ങൾ തെറ്റിപ്പോകുന്നു വിചാരിച്ചാണോ പലവരും പറയാണ്ടിരി വായിക്കാണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ഇത് നിങ്ങൾ വിചാരിക്കേണ്ട. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ അല്ലെ? അങ്ങനെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാറുണ്ടാ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാൻ കഴിവുള്ളവരുണ്ടാവും. ചിലപ്പോ അതുപോലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയാൻ പറ്റാത്തവരുണ്ടാകും. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മളെല്ലാവരുടെ പ്രസൻസ് വേണം ക്ലാസ്സിൽ അല്ലെ? നമ്മള് നേരിട്ട് കണ്ടിട്ട് നമ്മൾ കാണാൻ പറ്റാത്ത ഒരു ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ, ഓൺലൈൻ ആണ്. പക്ഷെ എന്ത് വേണം? അതിലും നമ്മൾ നല്ല രീതിയിൽ ഒരു സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ ഒരു ഇത് വേണ്ടേ? ഒരു ഇന്ററാക്ഷൻ വേണ്ടേ? എന്നാലല്ലേ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ബോറായിട്ട് തോന്നില്ലേ ക്ലാസ്? നമ്മള് ജസ്റ്റ് നിങ്ങൾ ഓഡിയോ മാത്രം ഓൺ ആക്കുന്നുള്ളൂ, നമ്മൾ ആരും പരസ്പരം കാണുന്നില്ല. പക്ഷെ ആ ഒരു ഫീല് വേണം നമ്മുടെ ക്ലാസ്സിന് അല്ലെ? എന്നാലല്ലേ നിങ്ങൾക്കൊരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ ക്ലാസ്സില്. ഇപ്പൊ കുറെ ഇങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരും അല്ലെ? ഫോണിൽ നോക്കി ഇങ്ങനെ ടീച്ചർ പറയാതെ ഇങ്ങനെ കേട്ടിരുന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോവും, ഉറക്കമൊക്കെ വരും അല്ലെ? അതാണ് നമ്മൾ പരസ്പരം ഒരു ഇന്ററാക്ട് വേണോട്ടെ എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് വായിച്ചോളൂ. ഇവിടെ വരെയല്ലേ നമ്മൾ വായിച്ചത്? മേക്കിംഗ് പേഷ്യന്റ് വരെ. ഓക്കെ, അടുത്ത 2 പോയിന്റ് ഇൻവെസ്റ്റിഗേറ്റ്. വേഗം വായിച്ചോളൂ. കുറച്ച് പോയിന്റ്സ് അല്ലേ ഉള്ളൂ, ഇനി 2 പേർക്കും കൂടി വായിക്കാവുന്നുള്ളൂ. ഓക്കെ, വായിച്ചോളൂ. വായിച്ചോളൂ. Investigate and convey complaints or problems to appropriate head department of the hospital. അത് കംപ്ലൈൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് ഹോസ്പിറ്റലിന്റെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹെഡിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ HOD-നെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഓക്കെ, വായിച്ചു. Assist in setting conflicts and act as an intermediary between patients, families and staff. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാഫിന്റെയും പേഷ്യൻസിന്റെയും ഇടയിലായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് സംസാരിക്കുക. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പേഷ്യൻസിന്റെ ഫാമിലീസും സ്റ്റാഫും തമ്മിൽ സംസാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ബാക്കി 3 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഒന്ന് വായിക്കാമോ? ലാസ്റ്റ് 3 പോയിന്റ്സും കൂടി. ഓക്കെ, ഇനി അടുത്ത ആൾ ആരാണ്? വേഗം വായിക്കൂ. Hello. വായിച്ചോ. Collect data and information about patients' feedback and make recommendations appropriately. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതായത് രോഗികളുടെ ഫീഡ്ബാക്കും സംബന്ധിച്ച ഡാറ്റകളും വിവരങ്ങളും ശേഖരിക്കുകയും ഉചിതമായ രീതിയിൽ അത് ശുപാർശ നൽകുകയും ചെയ്യുക. ഓക്കെ. Explaining policies
procedures or services to unknown patients by using medical administrative knowledge. അതായത് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിന് വേണ്ട അറിവ് രോഗികളെ കുറിച്ചിട്ട് കൊടുക്കുക. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് രോഗികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അത് മോണിറ്ററിംഗ് ചെയ്തിട്ട് അത് വിശകലനം ചെയ്ത് കൊടുക്കുക. കൂടുതൽ പോയിന്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മാം, എക്സ്പ്ലെയിൻ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഓർ സർവീസസ് ടു അൺനോൺ പേഷ്യന്റ്. അതായത് പേഷ്യൻസിന് നമ്മൾ പോളിസീസും പ്രൊസീജിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലല്ലേ? എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഇന്ന പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നു, അതിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കലല്ലേ അത്? അതായത് പേഷ്യൻസിന് അൺനോൺ മീൻസ് ഇതുപോലെ അറിയാത്ത കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് ഉണ്ടാകും അല്ലെ? അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് സർവീസസ് കാര്യങ്ങളും അല്ലെങ്കിൽ ആ പോളിസീസിനെ പറ്റിയിട്ട് ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പലവരും പറയുമ്പോൾ ചിലപ്പോ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറയണം എന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത് അല്ലെ? നമ്മൾക്ക് ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാകും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ensuring that patients are comfortable during their visit by greeting them warmly. കുഴപ്പമില്ലല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ? Making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointment. എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള imminent ആസന്നമായിട്ടുള്ള പെട്ടെന്നുള്ള എമർജൻസി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ, അതാണ് imminent എന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then arranging for transportation to from appointments as needed. Then providing emotional backup to patient, including answering patient questions and offering reassurance. അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ആൻസറിങ് പേഷ്യൻസ് റെഷുറൻസ്, രോഗിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും അല്ലെങ്കിൽ ഉറപ്പ് നൽകണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഒരു ബാക്കപ്പ് കൊടുക്കുക അതിന്. Then coordinating with the physicians and other healthcare professionals to ensure that all needs are met during patient visit. പേഷ്യന്റ് വിസിറ്റിന്റെ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യുക ഫിസിഷ്യന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, അധികം ടൈം നമുക്ക് ക്ലാസ്സിന്റെ വൈൻഡപ്പ് ചെയ്യാറായല്ലോ. നിങ്ങൾ ആ മീനിങ് ഒന്ന് മനസ്സിലാക്കാട്ടോ ഓരോ പോയിന്റ്സ് വായിക്കുമ്പോൾ. ദെൻ നിങ്ങൾക്ക് ലാസ്റ്റ് വന്നപ്പോഴാണ് ആ ഒരു ഡൗട്ട്സ് വന്നത് അല്ലെ? ഏത് പോയിന്റ് ആയിരുന്നു? എക്സ്പ്ലെയിനിങ്. ഓക്കെ, അൺനോണിന്റെ അല്ലെ? Excuse me, miss. Okay. ഇമ്മിനന്റിന്റെ മീനിങ് ഒന്നോടെ പറഞ്ഞു തരാമോ? ഇമ്മിനന്റ് അപ്പോയിന്റ്മെന്റ്, ആസന്നമായ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്നൊക്കെ പറയൂലേ, സഡൻ ആയിട്ട് വരുന്ന. ഇമ്മിനന്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ പ്ലാനോട് കൂടി അല്ലാതെ പെട്ടെന്ന് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളും. ഓക്കെ, ഈ ഒരു ഡൗട്ട്സ് വന്ന ആ ഒരു പോയിന്റ് ഒന്നും കൂടി പറയാം. Explaining policies, procedures or services to unknown patients by using medical administrative knowledge. എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ? മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ അറിവ് ഉപയോഗിച്ചിട്ട് അല്ലെ? മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആ ഒരു നോളജ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇപ്പോ രോഗികൾക്ക് ചില അൺനോൺ പേഷ്യൻസ് ഉണ്ടാവില്ലേ? അതായത് അൺനോൺ മീൻസ് അജ്ഞാതരായ എന്നുള്ള അല്ലെ? അപ്പൊ അജ്ഞാതരായ രോഗികൾക്ക് അങ്ങനെയുള്ള ഒരു നയങ്ങളോ നടപടിക്രമങ്ങളോ സേവനങ്ങളൊക്കെ എന്ത് ചെയ്യണം? വിശദീകരിച്ചു കൊടുക്കണം. അതായത് പേഷ്യൻസിനെ സംബന്ധിച്ച് ചില പേഷ്യൻസിന് ചില അറിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആ ഒരു അറിവ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ പോളിസീസും പ്രൊസീജിയേഴ്സും സേവനങ്ങളും സർവീസസ് ഒക്കെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഈ അൺനോണിനോട് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ ഹോസ്പിറ്റൽ പാഠം എന്നുള്ള ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമാണ് കുറച്ചും കൂടി മറ്റു ചാപ്റ്ററുകളൊക്കെ അപേക്ഷിച്ച് അല്ലെ? എല്ലാ ചാപ്റ്ററും എളുപ്പമായിരിക്കണം എന്നില്ല കേട്ടോ, കുറച്ച് പാടുള്ളതൊക്കെ വരും. കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ ഈ ചാപ്റ്റർ? എളുപ്പമാണ് മാം. ഓക്കെ,
ഇനിയിപ്പോ നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യാൻ നോക്കാം. മാക്സിമം പറ്റുന്ന പോലെ ഇൻഫോം ചെയ്യാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നില്ലേ, ഇന്ന് തന്നെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കണം കേട്ടോ. ഇനി പഠിക്കാത്ത ഓൾറെഡി പഠിച്ചു വെച്ചവരാണെങ്കിൽ ഓക്കെ, ദെൻ പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. നാളത്തെ ഒരു ക്ലാസ്സിന് ശേഷം ലാസ്റ്റ് ഒരു 10 minutes ഈ ഒരു ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ചെയ്താലോ? എന്താണ് അഭിപ്രായം? ഓക്കെ, ചെറിയ ഒരു നോക്കാം, നമുക്ക് ടൈം അനുസരിച്ച് ചെയ്യാം അല്ലെ. ഒരു 10 മാർക്കിന്റെ ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഇട്ടാലോ? നമുക്ക് ആൻസർ അപ്പൊ തന്നെ പറയാം അല്ലെ, കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങളൊന്ന് വായിച്ചൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ചെറിയ കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കോളൂ കേട്ടോ. ചെറിയൊരു ടെസ്റ്റ് പേപ്പറൊക്കെ ഇതിന്റെ ഒപ്പം എടുത്തെടുത്ത് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. കുഴപ്പമില്ലല്ലോ, ക്ലാസ് ഒക്കെ എല്ലാവരുടെയും ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.